ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇപ്പോ ഉള്ളത് മോക്ഷപുരിയായി അറിയപ്പെടുന്ന ഭാരതത്തിലെ പുരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പുരമായ കാഞ്ചീപുരത്താണ്. കാഞ്ചീപുരത്ത് വരദരാജ പെരുമാളിന്റെ സന്നിധിയിലാണുള്ളത്. എനിക്ക് മുമ്പിൽ ഒരു കുളമുണ്ട്. ആ കുളത്തിന്റെ സമീപത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. 40 വർഷത്തിലൊരിക്കൽ ഈ കുളത്തിനുള്ളിൽ ഉള്ള ഭഗവാന്റെ വിഗ്രഹത്തെ പുറത്തെടുത്ത് ഒരാഴ്ച പൂജിക്കുന്നു. ചടങ്ങുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ മുമ്പത്തെ വർഷമായിരുന്നു ആ ചടങ്ങുണ്ടായിരുന്നു. പുരുഷ സൂക്തത്തിൽ പറയുന്ന പുരുഷൻ അമ്മയോടൊരുമിച്ച് ഇരിക്കുന്ന ഒരു ദിവ്യ ദേശം തന്നെയാണ് കാഞ്ചീപുരത്തിലെ വരദരാജ പെരുമാളിന്റെ ക്ഷേത്രം. ഞാൻ ഈ ക്ഷേത്രത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാനല്ല ഇങ്ങനെയൊന്ന് ഇരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ പെരുമാൾ ഉപദേശിച്ച് തന്ന ഒരു വിദ്യ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മള് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. എത്ര ദൂര, അങ്ങോട്ട് എത്തിപ്പെടാൻ എത്ര പ്രയാസ, എത്ര സമയം ഇരിക്കണം, എത്ര നടക്കണം, എത്ര ഇരുന്നാലും അങ്ങോട്ട് എത്തില്ല. ആദ്യമായൊരു സ്ഥലം അന്വേഷിച്ച് പോകുമ്പോൾ പലർക്കും അനുഭവമുള്ള ഒന്നാണ്, ദൂരം കൂടുതലാണ്. എന്നാൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ അറിയാതെ പറയും, പോയ അത്ര തന്നെ ദൂരം ഇല്ലല്ലോ ഇപ്പോ. പോയ അത്ര തന്നെ ദൂരം തിരിച്ചു വരുമ്പോ അത്ര തന്നെ ദൂരം ഇല്ല. എന്നാൽ അതിൽ ഒരു സെന്റിമീറ്റർ പോലും അല്ലെങ്കിൽ ഒരു അടി പോലും ആ ദൂരത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല. എന്നാൽ അനുഭവം എന്താ? പോകുമ്പോൾ ഒരുപാട് സമയം എടുത്തു, വരുമ്പോ അത്ര തന്നെ സമയം എടുത്തില്ല, വേഗം തിരിച്ചെത്തി എന്നുള്ളതാ. ഇത് ദൂരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാം ഉള്ളിൽ ഉള്ള ഒരു റിഡിലാണ്, ഒരു പ്രഹേളികയാണ് ദൂരം എന്നുള്ളത്. ദൂരം എപ്പോഴും താണ്ടണം. ദൂരം താണ്ടുവാനുള്ളതാണ്. താണ്ടിയാലോ ദൂരം കുറയുകയും ചെയ്യും. ദൂരത്തെ കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു സാധകന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന്. മനുഷ്യനായി പിറന്നവരുടെ, സാധകന്മാര് മാത്രമൊന്നുമല്ല, മനുഷ്യന്മാരായിരിക്കുന്നവരുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ് ദൂരത്തെ കുറയ്ക്കുക എന്നുള്ളത്. ഇത് ഞാൻ വിശാലമായ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ദൂരത്തെ കുറയ്ക്കുക. ഉദാഹരണമായിട്ട് വ്യക്തിബന്ധങ്ങളിൽ തന്നെ നോക്കുക. ഒരു അച്ഛന് മകനോടുള്ള ദൂരം, മകന് അച്ഛനോടുള്ള ദൂരം, അമ്മയ്ക്ക് മകളോടുള്ള ദൂരം, പുരുഷന് സ്ത്രീയോടുള്ള ദൂരം, സ്ത്രീക്ക് പുരുഷനോടുള്ള ദൂരം, ഇത് കുറയ്ക്കാനുള്ളതാണ്. ഇത് കുറയ്ക്കുവാനുള്ള വിദ്യ നേടിയെടുക്കണം. എന്താണ് ആ വിദ്യ? ദൂരം താണ്ടുക തന്നെ. ദൂരം താണ്ടുക തന്നെ. അവരിലേക്ക് എത്തുക. വഴികൾ 100 തൃക്കണ്ടിയൂരിൽ നിന്ന് കാഞ്ചീപുരത്തേക്ക് വരാൻ ഒരുപാട് വഴികളുണ്ട്. ലക്ഷ്യമൊന്നേ ഉള്ളൂ, കാഞ്ചീപുരം. ദൂരം താണ്ടുക. ഏത് വഴിയെ പോയാലും ദൂരത്തെ താണ്ടുക. ദൂരത്തെ താണ്ടിയാലോ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരാള് ഗുരുവായൂരിൽ നിന്നും ഒരാള് ശ്രീപത്മനാഭനെ ദർശനത്തിനായി പോകുന്നു. ആദ്യമായിട്ടാണ് പോണത്. ഒരു വണ്ടി എടുത്തു, അതല്ലെങ്കിൽ ഒരു ട്രെയിൻ കയറി
തിരുവനന്തപുരത്ത് എത്തി, തൊഴുതു, അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തൊഴുതു. തിരുവനന്തപുരത്തെത്തി ശ്രീപത്മനാഭനെ തൊഴുതപ്പോൾ അദ്ദേഹത്തിന് യാത്രയുടെ സാഫല്യമുണ്ടായി. എന്നാൽ അതിനോടൊന്നിച്ച് ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് നടന്നു. ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ വലിയ പ്രയാസമൊന്നുമില്ല, ഇത്രയേ ദൂരമുള്ളൂ, ഇതെനിക്ക് താണ്ടാൻ സാധിക്കുന്ന ദൂരമാണ്. ഇത് നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതെനിക്ക് താണ്ടാൻ സാധിക്കുന്ന ദൂരമാണെന്ന ബോധ്യം ആ വ്യക്തിക്കുണ്ടാവുന്നു, ആ ഭക്തനുണ്ടാവുന്നു. ആ ഒരു തിരിച്ചറിവിൽ നിന്നും ആ ഭക്തൻ എപ്പോഴൊക്കെ തനിക്ക് പത്മനാഭനെ തൊഴണമെന്നൊരിച്ഛ ഉണ്ടാകുന്നുവോ സാകൂതം ഭഗവാനെ തൊഴാൻ വേണ്ടി പോകാനുള്ള ഒരു ധൈര്യം ആ വ്യക്തിയിൽ ഉണ്ടാവുന്നു. ഇതെന്തുകൊണ്ടുണ്ടായി? താണ്ടിയ ദൂരത്തിന്റെ അനുഗ്രഹമാണ്. ദൂരമെന്ന ദേവതയുടെ കടാക്ഷമാണ്. ദൂരമൊരു ദേവതയാണ്. ആ ദേവതയുടെ കടാക്ഷമുണ്ടെങ്കിൽ മാത്രമേ ആ ദേവത ദൂരത്തെ താണ്ടാൻ നമ്മെ അനുവദിക്കുള്ളൂ. ദൂരമെന്ന ദേവത കടാക്ഷിച്ചപ്പോൾ അതൊരു തടസ്സമല്ലാതായി വരികയും അത് ആയാസരഹിതമായി താണ്ടാൻ സാധിക്കുന്ന ഒന്നാണ് എന്നൊരു ബോധ്യം ഈ വ്യക്തിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു ബോധ്യം എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവർക്കും ആവശ്യമാണ്. ആദ്യമായി കാശിക്ക് പോകുന്നു, 2 ദിവസം ട്രെയിനിലിരുന്നു, പോയി തൊഴുതു, എല്ലാം വന്നു, മണികർണിക പോയി വിശ്വമാന തൊഴുതു, ഗംഗാജിയിൽ സ്നാനം ചെയ്തു, ഒക്കെ ചെയ്തു, തിരിച്ചു വന്നു. പോയി പോയി ഒരിക്കലും പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ബദ്രീനാഥിൽ പോയി വന്നു. ഇനിയും ഒന്നും കൂടി ഒന്ന് പോവാം, അത്രയ്ക്കല്ലേ ദൂരമുള്ളൂ, പോവാൻ സാധിക്കും, താണ്ടാൻ സാധിക്കും. എവിടേക്ക്? ഹിമാലയത്തെ കാര്യമാണ് പറഞ്ഞതേ. കേരളത്തിൽ നിന്ന് ഹിമാലയത്തിലേക്ക് പോയി വരുന്ന ഒരാൾക്ക് രണ്ടാമത് പോകാനുള്ളൊരു ധൈര്യം വരുന്നു. ആദ്യം ഈശ്വര ഗുരുവായൂരപ്പ അതെങ്ങനെയാ പോവുക എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാള് ഒന്ന് പോയി വന്നപ്പോൾ, ദൂരം താണ്ടിയപ്പോൾ, ദൂരമെന്ന ദേവതയെ കൂട്ടുപിടിച്ചപ്പോൾ, ദൂരമെന്ന ദേവത അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ആ ദൂരം താണ്ടിയപ്പോൾ ആ വ്യക്തിക്ക് ദൂരം ഒരു വിഷയമേ അല്ലാതാവുന്നു. ദൂരത്തെ കുറയ്ക്കണം. ശ്രദ്ധിക്കുക, ഇത് ഭൗതികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ദൂരങ്ങൾ. ഇനി ഇതേ കാര്യം തന്നെ എടുക്കുക. ഏറ്റവും കൂടുതൽ ദൂരം ഈശ്വരനുമായാണ് എന്നാണ് പറയുക. ഈശ്വരൻ ആരുടെയും ദൂരത്തല്ല, അടുത്ത് തന്നെയാണ്, എന്നാൽ ദൂരത്വമാണ്. ഉപനിഷത്തിലൊരു മന്ത്രം ഉണ്ടല്ലോ, തദേ ജതി തന്നൈതി തദ്ദൂരേ തദ്വന്തികേ തദ്ദൂരേ. അത് ദൂരത്താണെന്നല്ലേ പറയണ. ഞാൻ പറയുന്നതല്ല, യജുർവേദം പറയുന്നതാണ്. യജുർവേദത്തിലെ മന്ത്രമാണ്, ഈശാവാസത്തിലുണ്ട്. തദേ ജതി ഇളകുന്നുണ്ട്, തന്നൈ ജതി അത് ഇളകുന്നില്ല, തദ്ദൂര അത് ദൂരത്താണ്, തന്തിക അത് ഉള്ളിലാണ്, അത് അടുത്താണ്. അപ്പൊ ഈശ്വരനടുത്തുമാണ്, അത് ദൂരയുമാണ്. ആവട്ടെ, അപ്പൊ ആ ദൂരം എന്നുള്ളത് അപ്പൊ നമുക്ക് ഇതുവരെ പ്രാപിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ദൂരം, അതാണ് ആ ഉദ്ദേശിച്ചത്. നമുക്ക് ഇതുവരെ പ്രാപ്യമായിട്ടില്ല, അതുകൊണ്ട് ദൂരം, അകലും ഒരുപാടുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോൾ ആ ദൂരത്തെ കുറിക്കാൻ എന്താ ചെയ്യുക? ദൂരം താണ്ടിയവർ നമ്മോടൊത്തുണ്ടായിരിക്കണം, അഥവാ ദൂരം താണ്ടിയവർ നമ്മുടെ കൈ പിടിക്കണം, അഥവാ ദൂരം താണ്ടിയവർ പറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്യണം. തൃക്കണ്ടിയൂരിൽ നിന്ന് കാഞ്ചീപുരത്തേക്ക് വരുമ്പോൾ, കാഞ്ചീപുരത്തേക്ക് ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഈ ദൂരം താണ്ടിയ ഒരു ആചാര്യൻ, ആ ആചാര്യനുള്ള ഡ്രൈവർ ആയിരിക്കാം, എക്സ് ഓർ വൈ എന്ന വ്യക്തി എന്നുള്ളതില്ല. ആ ദൂരം താണ്ടിയ ആചാര്യൻ കൈപിടിച്ചു വരുമ്പോൾ യാത്രാമധ്യത്തിലുള്ള വിഷമങ്ങൾ അകന്നു പോകുന്നത് മാത്രമല്ല, ദൂരം ഒരു പ്രയാസമേ അല്ലാതായി വരുന്നു. അതുപോലെയാണ് ഏതൊരു വിദ്യയും, ആധ്യാത്മവിദ്യയും അതെ, ഭൗതിക വിദ്യകളും അതെ. ആ വിദ്യയാകുന്ന ദൂരത്തെ താണ്ടിയ വ്യക്തി ആചാര്യനായി നമ്മുടെ കൈ പിടിച്ച് നമ്മുടെ മുൻപേ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ, ദൂരം നമുക്കൊരു വിഷയമേ അല്ലാതായി മാറുന്നു. ദൂരങ്ങൾ താണ്ടാനുള്ളതാണ്. താണ്ടിയവരുടെ കൈപിടിച്ച് വേണം ദൂരത്തെ മറികടക്കുവാൻ.
ഒരിക്കൽ മറികടന്നു കഴിഞ്ഞാലോ അത് പിന്നെ ദൂരമേ അല്ലാതാവുന്നു. നാമും നമ്മുടെ ലക്ഷ്യവും തമ്മിലുള്ള ദൂരം ഇല്ലാതെയാവുന്നു. ഇത് നല്ലതുപോലെ വിചാരം ചെയ്തുറപ്പിക്കേണ്ട ഒരു വിദ്യയാണ്. സാക്ഷാൽ വരദരാജ പെരുമാൾ ഉപദേശിച്ചു തന്ന വിദ്യയാണത്. ദൂരത്തെ കുറയ്ക്കുവാനുള്ള വിദ്യ. ഇത് തന്നെയാണ് യോഗശാസ്ത്രത്തിലും താന്ത്രികാരാധനകളിലും ഒക്കെ നമ്മൾ പറയും, മൂലാധാരത്തിലിരിക്കുന്ന ശക്തിയെ ആജ്ഞയിൽ കൊണ്ടെത്തിക്കണം, അവിടുന്ന് സഹസ്രാരത്തിൽ എത്തിക്കണം എന്നൊക്കെ പറയുമ്പല്ലേ, അതൊക്കെ എങ്ങനെയാ സാധ്യമാവുക? ഈ 6 പടി എങ്ങനെയാ കയറുക? ആരാ ഒന്ന് കയറ്റുക? അപ്പോൾ ആ പടികൾ കയറിയ ഗുരുക്കന്മാർ നിർദ്ദേശിച്ച വാക്കുകളെ പിന്തുടരുക, ആ വഴിയിലൂടെ യാത്ര ചെയ്ത് ഗുരുവിനെ പിന്തുടരുക. അപ്പോൾ എന്തായി? ദൂരം താണ്ടാൻ എളുപ്പമായി. ഇങ്ങനെ സമസ്ത വിദ്യകളുടെയും പരമലക്ഷ്യം യാതൊന്നാണോ ആ ലക്ഷ്യത്തെ താണ്ടിയ മഹാ ഋഷിമാർ കണ്ടെത്തിയ അറിവുകൾ, അഥവാ അവർ താണ്ടിയ ദൂരമുണ്ടല്ലോ, ആ ദൂരം താണ്ടിയവർ പുലമ്പിയ വാക്കുകളാണ് നമ്മൾ വേദവാണി എന്ന് പറയുന്നത്. അവർ പുലമ്പുന്നതാണ് ലോകം കേട്ടത്. പക്ഷെ ആ പുലമ്പൽ ഈശ്വരന്റെ വിശ്വാസമായിരുന്നു എന്നല്ലേ പറയണം. അതുകൊണ്ട് ദൂരം താണ്ടുവാനുള്ള എളുപ്പ വഴിയാണത്രേ 4 വേദങ്ങളും. ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നെല്ലാം പറയണത് ദൂരം താണ്ടുവാനുള്ള വഴിയാണ്. ദൂരം താണ്ടു കഴിഞ്ഞാൽ ആ സന്നിധിയിൽ സാക്ഷാൽ പെരുമാൾ, സാക്ഷാൽ നാരായണൻ നമ്മെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നതും ഇതേ പുലമ്പൽ നടത്തിയ ഋഷീശ്വരന്മാരാണ്. ദൂരങ്ങൾ താണ്ടുവാനുള്ളതാണ്. ഒരിക്കൽ ദൂരം താണ്ടിയാൽ ദൂരം ഒരു സമസ്യയായി നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കില്ല. ദൂരത്തെ താണ്ടുക. ഈ വിദ്യ ഉപദേശിച്ചെന്ന പെരുമാൾക്ക് തന്നെ ഈ വാക്കുകൾ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.